കൊച്ചി പറവൂരിൽ ആന ഇടഞ്ഞു. റോഡിലൂടെ പോവുകയായിരുന്ന ആനയാണ് ഇടഞ്ഞത്. റോഡിലെ പെട്ടി ഓട്ടോറിക്ഷ ആന തകർത്തു. ഓട്ടോറിക്ഷക്കാരനും ഒരു ബൈക്ക് യാത്രികനും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ബൈക്കുകാരനെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഒരുപക്ഷെ ഏതെങ്കിലും ഉത്സവത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആനയായിരിക്കണം ഇടഞ്ഞത്. അല്ല, അത്തരത്തിലൊരു യാത്രക്കിടയിലാണോ? അതുപോലെ തന്നെ എന്താണ് ഈ ചൂടും അതുപോലെ തന്നെയുള്ള മറ്റു കാരണങ്ങളും കൊണ്ടാണോ ആന ഇടഞ്ഞത് മുതലായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതുല്യ, എറണാകുളം നോർത്ത് പറവൂരിലെ ചേന്നമംഗലം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. അതായത് ക്ഷേത്രത്തിന് ഉത്സവം കഴിഞ്ഞിട്ടും ആന അവിടെ തുടരുകയായിരുന്നു. മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെയാണ് ആന വിരണ്ടോടിയത്. അതായത് റോഡിലേക്കാണ് ആന ഓടിപ്പോകുന്നത്. അത് ബസ് കാത്തു നിന്നവർക്കിടയിലേക്ക് അടക്കം ആന ഓടിക്കേറി. സമീപത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ ആന ചവിട്ടി മറിച്ചിടുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും അതേപോലെ ഓട്ടോയിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ ആന ഓടി വരുന്നത് കണ്ട് ഭയത്തോടു കൂടി സൈഡിലേക്ക് മാറ്റുകയായിരുന്ന ഇരുചക്ര വാഹനം മറിഞ്ഞു വീണു. അതിലുണ്ടായിരുന്ന യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ പറവൂരിലെ ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആനയ്ക്കൊപ്പം ആനയുടെ പാപ്പാനും ഉണ്ടായിരുന്നു. ആന പാപ്പാനെയും കൊണ്ടാണ് വരണ്ട് ഓടിയിരിക്കുന്നത്. അതായത് മതപ്പാടിലുള്ള ആനയായിരുന്നു ഉത്സവത്തിൽ എത്തിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോഴും ജനവാസ മേഖലയിലൂടെ അടക്കം റോഡിലൂടെ അടക്കം ആന ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസും അതേപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നൽകുന്ന വിവരം. അതുല്യ. സാനു, ഇത്തരത്തിൽ മതപ്പാടിലുള്ള ആനയാണ് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ അതിനെ എഴുന്നള്ളിപ്പിന് എത്തിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ചും ഇപ്പോൾ വേനൽക്കാലമായതിനാൽ തന്നെ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളടക്കം നിരവധി നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മതപ്പാടിലുള്ള ആനയെ അവിടെ എത്തിക്കുകയും പൂരം കഴിഞ്ഞതിന് ശേഷവും അവിടെ തന്നെ തുടരുകയും ചെയ്തതിൽ എന്തെങ്കിലും നടപടികളിലേക്ക്, പ്രത്യേകിച്ചും ക്ഷേത്രം അധികൃതർ ഭാരവാഹികൾക്കെതിരെയോ മറ്റോ നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് ആന മതപ്പാടിലായിരുന്നു എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതായത് മതപ്പാടിലുള്ള ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കർശന ചട്ടങ്ങളൊക്കെ ഉണ്ട്. ആനനെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നതിനൊക്കെ ഇപ്പം നിലവിൽ ആന ഇടഞ്ഞുള്ള അപകടങ്ങളും മരണങ്ങളും ഒക്കെ കൂടിയ സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ മതപ്പാടിലുള്ള ആനയെ ക്ഷേത്ര എഴുന്നള്ളിപ്പിന് എത്തിച്ചു എന്നുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. അതായത് ഒന്നിലധികം ക്ഷേത്ര ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ആനയെ എത്തിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ചേന്നമംഗല ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടും ആന മറ്റൊരു ക്ഷേത്രത്തിൽ, സമീപത്തുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് ഉത്സവ ചടങ്ങുകൾക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടെ തുടരുകയായിരുന്നു. അതിനിടെയാണ് ആന അടഞ്ഞത്. മതപ്പാടിലുള്ള ആനയാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ മതപ്പാടിലുള്ള ആനയെയാണ് എത്തിച്ചെങ്കിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുല്യ. ശരി സാനു, എന്തായാലും മതപ്പാടിലുള്ള ഒരു ആനയെ ഒരിടത്ത് എഴുന്നള്ളിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ ആന ഇടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ്.